മ്യൂസിക് നല്ല പീസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് അല്ലാതെ കുറച്ച് മനസ്സിലാവാത്തതും കുറച്ചുണ്ട്. ഫസ്റ്റത്തെ മൂവി എനിക്ക് കുറച്ച് പിടികിട്ടി. പിന്നെ രണ്ടാമത്തേനകത്ത് ഞാനിങ്ങനെ ഇത് വായിക്കുന്ന സമയത്ത് എങ്ങനെയാ വായിക്കണമെന്ന് അറിയില്ല. ഒരെണ്ണം വായിച്ചിട്ട് അപ്പം മറ്റേത് പോകും, മറ്റേത് വായിക്കുമ്പോൾ ഫസ്റ്റത്തേത് പോകും. അപ്പോൾ അതൊരു കണക്ഷൻ ഉണ്ടാക്കാൻ കുറച്ചുണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. നല്ലൊരു എന്നുവെച്ചാൽ ഞാൻ ചായ കുടിക്കാറില്ല, അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് രസമായിരുന്നു. താങ്ക് യു. റേ എന്ന് പറഞ്ഞ മൂവി എനിക്ക് കുറച്ചും കൂടെ എന്താ ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് എത്തിയതുകൊണ്ട് അത് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ടച്ചിങ് ആയിട്ട് തോന്നി. എന്ന് പറഞ്ഞ മൂവിയിൽ കുറേ ഒരു ലൈക്ക് സംതിങ് ഇസ് ദയർ അങ്ങനെ തോന്നി എനിക്ക്. പിന്നെ 3 മൂവീസും ഒന്നിനൊന്ന് വെച്ചായിരുന്നു നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ടൈം കിട്ടി. ദൈവം പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി, എൻജോയ് ചെയ്യാനും പറ്റി. സെക്കൻഡ് മൂവി കുറേ ഞാൻ ഈ സബ് ടൈറ്റിൽ വായിക്കാൻ നോക്കുന്നതുകൊണ്ട് കുറേയൊക്കെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. തേർഡ് മൂവി ആക്ച്വലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യത്തേൽ. എന്നുവെച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിപ്രഷൻ അധികം ആൾക്കാർക്ക് അറിയാത്ത കോൺസെപ്റ്റായിരുന്നു. പിന്നെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലും. പിന്നെ രണ്ടാമത്തെ സിനിമ എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടമായി. അത് നല്ല ഫീലായിരുന്നു, ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. പിന്നെ തേർഡ് മൂവി ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. റേ എന്നുള്ള മൂവി എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റി. കാരണം അത് കുറച്ചുകൂടി പുതിയ ഇതിലുള്ളതായതുകൊണ്ട് അത് കുറച്ചുകൂടി തിയേറ്ററിലൊക്കെ അങ്ങനെയുള്ളൊരു ഫീല് വേണമെന്നും എനിക്ക് നല്ലോണം തോന്നി. അതിൻ്റെ വിഷ്വലൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ സൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു അതിൻ്റെ ഒരു ഫീൽ, ഞാൻ ചായ കുടിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫീല് വന്നു. എനിക്ക് മറ്റേ ലാസ്റ്റത്തെ ഭാഗം വരെ എനിക്ക് സന്തോഷമായി. പക്ഷെ ലാസ്റ്റത്തെ ഭാഗം ഈ സൈക്കോളജിൻ്റെ എത്തിക്സും സാധനമെല്ലാം എനിക്ക് കുറച്ച് സാധനമായി കൺഫ്യൂസ്. പിന്നെ NVC പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി ഒക്കെ സൂപ്പറായിരുന്നു. എനിക്ക് മറ്റേ NVC എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ലാസ്റ്റത്തെ ടീ എനിക്ക് അത്രയും കിട്ടിയില്ല, കാരണം ഞാൻ എൻജോയ് കുടിക്കാറില്ല.